ആക്ച്വലി ടു ബി ഫ്രാങ്ക് 3.5 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഷോറൂം അല്ലാതെ ഒരു ലോക്കൽ വർക്ക്ഷോപ്പിൽ വണ്ടി കയറുന്നത് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നീണ്ട 2 hours കാത്തിരിപ്പ് തുടരുകയാണ്. കേസ് വർക്ക്ഷോപ്പിലാണ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മളുള്ളത് കട്നി അല്ലേ? കട്നി ഡിസ്ട്രിക്റ്റിൽ നമ്മൾ വിടുകയാണ്. വാരണാസി പോകുന്നു. ഇത് നമ്മുടെ ഡേ 7 ആണ്. ഇന്ന് ഓൾമോസ്റ്റ് 400 എത്ര കിലോമീറ്റർ ഉണ്ട്? 350 കിലോമീറ്റേഴ്സ് നമുക്ക് ഡ്രൈവ് ചെയ്യാനുണ്ട്. ഇപ്പം ഞങ്ങൾ കട്നി ഇന്നലെ വന്നപ്പോൾ ലേറ്റായി. പിന്നെ വണ്ടിക്ക് ചെറിയൊരു മിസ്സിങ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ നൈറ്റ് ഡ്രൈവ് ചെയ്തില്ല. അപ്പോൾ ഞങ്ങൾ വാരണാസിയിലേക്കാണ് ഇന്ന് പോകുന്നത്. മേ ബി 2 days ഞങ്ങളവിടെ ഉണ്ടാവും വാരണാസിയിൽ. സോ അപ്പോൾ ഇന്ന് കട്നി ടു MP ബോർഡറാണ്, മധ്യപ്രദേശ് UP ബോർഡറാണ് റേവ വരുന്നത്. റേവ വഴി വാരണാസി. അപ്പോൾ ഇന്ന് മധ്യപ്രദേശിൻ്റെ ലാസ്റ്റ് ഭാഗവും അതുപോലെ UP ഉത്തർപ്രദേശിൻ്റെ വാരണാസി ഏരിയ ഒക്കെ ആയിരിക്കും ഞങ്ങൾ കവർ ചെയ്യുന്നത്. രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നും നമുക്ക് ഇന്ത്യൻ കോഫീസ് കിട്ടി, ദോശയും. ഇന്നലെ ഇന്ത്യൻ കോഫീസ് കിട്ടി. ഇന്ത്യൻ കോഫീസ് കുഴപ്പമില്ലാത്തൊരു ഓപ്ഷനാണ് നമുക്ക് തപ്പി പോകണമല്ല. വാരണാസി നേരം ഉണ്ട്. ഓൾ ഇന്ത്യ ഇന്ത്യൻ കോഫീസ് ഉണ്ടല്ലോ. അപ്പോൾ സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഓക്കെയാണ്. പിന്നെ ഇന്ന് സൺഡേ ആണ്. രാവിലെ നാട്ടിലാണ്, പള്ളിയിലൊക്കെ പോകേണ്ട സമയം കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരുന്ന് കുർബാനയൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങാം. ഇതാണ് കണ്ണിയിലെ പ്രദേശങ്ങൾ. ഇതൊക്കെയാണ് കണ്ണി ടൗൺ. ഇവിടെ ഇങ്ങനെ എവിടെ നോക്കിയാലും പശുക്കളെ കാണാം. അതെ, വളരെ ശ്രദ്ധിക്കുക. നമ്മൾ ആൾക്കാരെ ഇടിച്ചാൽ പിന്നെ അവരോട് പറഞ്ഞേക്കാം, നല്ല നഷ്ടപരിഹാരമൊക്കെ കൊടുക്കാം. അയ്യോ, നമ്മൾ ഇന്നലെ പോയപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന ലോറി ഒരു പശുവിന്, അത് പതിയെ പോകുന്നത്, പക്ഷെ അത് ക്രോസ് ചെയ്യുമെന്ന് വിചാരിച്ചായിരിക്കാം പുള്ളി അങ്ങ് എടുത്തത്. അത് മറിഞ്ഞ് വീണ് അതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നു. പക്ഷെ അതിനൊന്നും പറ്റിയില്ല, അത് എണീറ്റ് പോയി. പിന്നെ രാത്രിയിലൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഫ്രണ്ട് വന്ന് ഇങ്ങനെ നിൽക്കും, നമ്മൾ അറിയുന്ന പോലും ഇല്ല. വളരെ ശ്രദ്ധിച്ച് രാത്രിയിൽ വണ്ടി ഓടിക്കാവുള്ളൂ. നൈറ്റിൽ ഞങ്ങൾ ഡ്രൈവ് ഇല്ല. നൈറ്റ് ഡ്രൈവ് പരമാവധി ഒഴിവാക്കുന്നത് തന്നെയാണ്. പിന്നെ ട്രക്കൊക്കെ ആണെങ്കിൽ പിന്നെ എല്ലാവരും ഒരുമിച്ച് അങ്ങനെ പോകുന്നത് കുഴപ്പമില്ലായിരിക്കും. പാസഞ്ചേഴ്സ് മാക്സിമം ട്രൈ ടു അവോയ്ഡ്. അല്ല, ഇന്ത്യൻ കോഫി ഹൗസിൽ അവരാണേലും പറഞ്ഞത് കേട്ടില്ലേ, രാത്രിയിലെ ഡ്രൈവ് സേഫ് അല്ല എന്നാ പറയുന്നത്. അതെ. സേഫ് എക്സ്പ്രസിന്റെ ഒരു വണ്ടി. ഇന്നലെ കണ്ടില്ലായിരുന്നോ മറ്റേ മഹീന്ദ്രയുടെ പിക്കപ്പ് അങ്ങ് മുംബൈയിൽ നിന്ന് ഓടിച്ചോണ്ട് വരുന്നത്? അതെ. ഞങ്ങള് നമ്മുടെ വണ്ടി മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് അവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി നിർത്തി. അവരാ കട്നി നല്ല സ്റ്റേ ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു, ഇവിടെ മഹീന്ദ്രയുടെ ഷോറൂം ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ആ മുംബൈയിൽ നിന്ന് അവർ പിക്കപ്പ് ഓടിച്ച് വരിക, ഇവിടെ UP പോകുന്നു. എന്തോ ഡെലിവറി ചെയ്യാനല്ലേ? അതെ. അപ്പോൾ ട്രക്കിന് കൊണ്ടുവന്നത് ട്രക്കിന് കൊണ്ടുവന്നത് പാടാണ്. അതുകൊണ്ട് എല്ലാ വണ്ടിയും മുംബൈ പ്ലാന്റിൽ നിന്ന് റൈഡ് ചെയ്താണ് നോർത്ത് ഇന്ത്യയിലോട്ട് പോകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എത്ര കിലോമീറ്റേഴ്സാണ് ഒരു വണ്ടി ഓടി ഷോറൂമിൽ ചെല്ലുന്നതെന്നേ. അപ്പൊ നമ്മുടെ വണ്ടിയൊക്കെ സീറോയിൽ നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തരുമ്പം സീറോയിലാണ്. നമുക്ക് വാറണ്ടി കാര്യങ്ങളെല്ലാം രജിസ്റ്റർ ചെയ്യുന്നത് ഷോറൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള കിലോമീറ്ററിലാണ്. അതിനു മുമ്പ് പല തവണയായി വണ്ടി ഓടുന്നുണ്ടല്ലോ. സോ അങ്ങനെ കട്നി ടൗണിന്റെ കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടുത്തെ ഒരു പ്രത്യേകത, ആരും ഹെൽമെറ്റ് വെക്കില്ല, പക്ഷെ എല്ലാവരുടെയും കയ്യിലൊരു തുണി ഉണ്ടാവും, ഇങ്ങനെ എന്തോ ഒരു മൂടി, കണ്ണ് മാത്രം വെളിയിൽ കാണുള്ളൂ. ഒരാള് ഹെൽമെറ്റ് വെച്ചു. അത്ഭുതമാണ് ഇവിടുത്തെ ബസ്. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടാ. ചിലപ്പോ ഇവരൊക്കെ നമ്മുടെ നാട്ടിൽ വരുമ്പോഴത്തേക്ക് എല്ലാരും ഹെൽമെറ്റ് ഒക്കെ വെച്ച് ഓടിക്കുന്നതാണ് ഇവർക്ക് അത്ഭുതമായിരിക്കും. നമ്മൾ ഫൈനലി വണ്ടിയുടെ കംപ്ലൈന്റുമായിട്ട് ഇന്ന് എഞ്ചിന്റെ ടെൻഷണർ പുള്ളിക്കാണ് കംപ്ലൈന്റ് വന്നിരിക്കുന്നത്. മേജർ ഇഷ്യൂ തന്നെയാണ്.
വിളിക്കുന്നവരും എല്ലാം പറയുന്ന ഇതും വെച്ചോണ്ട് ഓടണ്ടെന്ന് പറയുന്നത്. പക്ഷെ സർവീസ് സെന്റർ എന്ന് പറയുന്നത് ഓടിക്കോ കുഴപ്പമില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കംപ്ലൈൻറ്റുമായിട്ട് നമ്മൾ റേവ റോഡിലേക്ക്, നമുക്ക് വാരണാസി 350 കിലോമീറ്റർ ഉണ്ട്, അവിടെ റോഡ് എന്നുള്ള അറിയത്തില്ല. ഉണ്ടോ ബോണറ്റ് നോക്കിയിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ ഒരു വർക്ക്ഷോപ്പ് കണ്ടു, അവിടെ ഒന്ന് കാണിച്ചു നോക്കാന്ന്. വർക്ക്ഷോപ്പിൽ എത്ര ഐറ്റംസ് കാണിച്ചു. അതിനകത്തൊരു മഹീന്ദ്രയുടെ ഒരു വണ്ടി, മഹീന്ദ്രയുടെ വണ്ടികൾ ചെയ്യുന്നു എന്ന് കണ്ട് കയറിയതാ. ഇനി ഒരു കണ്ടപ്പോളെ ടെൻഷൻ പുള്ളിയാണ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു കോൺഫിഡൻസ് എന്തെങ്കിലും ചെയ്യുമായിരിക്കും എന്ന്. ഇങ്ങനെ പൊക്കി വെച്ചോണ്ട് ഓടിക്കാവോ? ഓക്കെ ആണോ? ഇതാണ് ചെറിയൊരു വർക്ക്ഷോപ്പാണ്. നമ്മളിവിടെ നിന്ന് കയറ്റി ഒന്ന് കാണിക്കാം, എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വാരണാസി വരെ ചെല്ലുമോ എന്നുള്ളത്. ഹെവി സൗണ്ടാണ്, ക്യാമറ നമുക്കത് കിട്ടുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. ടെൻഷൻ പുള്ളിയുടെ അവിടെ നിന്നാണ്. വണ്ടിയുടെ ടൈമിങ് മുഴുവൻ തെറ്റിപ്പോകുന്ന ഒരു സിറ്റുവേഷനാണ്. മേജർ കംപ്ലൈൻ്റ് അത്, ഒരു മേജർ ഇഷ്യൂ ആണ് റണ്ണിങ്ങിൽ. ഞാൻ റോഡ്സ് റെസിസ്റ്റൻസ് വിളിച്ചിരുന്നു, അവൈലബിൾ ആണ് ഇവിടെ. പിന്നെ വളരെ ദുഃഖകരമായ കാര്യം, പോരുന്നതിന് മുമ്പ് മഹീന്ദ്രയുടെ ഷോറൂമിൽ കയറി നല്ലപോലെ ഒരു ചെക്കപ്പൊക്കെ നടത്തി പോകുന്നതാണ്. ഇതായിരുന്നു അവരുടെ. ഇപ്പം ഇങ്ങനെയുള്ളൊരു കംപ്ലൈൻറ്റ് പെട്ടെന്ന് വരുന്നതല്ലല്ലോ ഓട്ടത്തിലെ. അപ്പം അത് ഒരു പക്ഷേ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്താനെ. അപ്പം വണ്ടിക്ക് നല്ലൊരു മേജർ വർക്ക് തന്നെയാണ് വന്നിരുന്നത്. അതായത് നമ്മുടെ ടൈമിംഗ് ബെൽറ്റ് എന്നൊക്കെ പറയുന്ന സംവിധാനമില്ലേ, അത് തന്നെ. അപ്പം ഇഞ്ചൻ ടെൻഷണർ പുള്ളിക്കാണ് കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ബെൽറ്റ് പൊട്ടാം, ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇഞ്ചിൻ്റെ പിസ്റ്റൺ വരെ അടിച്ചു പോകുന്ന സിറ്റുവേഷൻ വരും. അപ്പോൾ ഇവിടെ നിന്ന് കയറി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നാളെ ഷോറൂം വരെ എത്തിക്കുമോ എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാം ഒന്ന് അഴിച്ച് താക്കുക. അപ്പോൾ നമ്മൾ ഒരു ലോങ് ട്രിപ്പ്, ഒരു നോർത്ത് ഇന്ത്യൻ ട്രിപ്പൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് ഒരിക്കലും സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിച്ച് പോകുന്ന ഒരു കാര്യമാണല്ലോ. അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു പോസിറ്റീവായിട്ട് എടുക്കുന്നു. ഇതൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളിത് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. ഓൺ ദ റോഡ് മിക്കവാറും ഏരിയയിൽ, നാഗ്പൂർ ഏരിയയൊക്കെ നാഷണൽ ഫോറസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ഇതാണ് ഇവർ. പക്ഷെ ഇത് വർക്ക്ഷോപ്പിൻ്റെ വലിപ്പം നോക്കണ്ട, ഇത് കണ്ടത് അവർ ഇഞ്ചിൻ്റെ ടെൻഷൻ പുള്ളിക്കാണ് കംപ്ലൈൻ്റ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അവർ പറഞ്ഞപ്പോഴേ മനസ്സിലാവും അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാം. ജസ്റ്റ് ഒരു ചെക്കപ്പ് നടത്തി ഒന്ന് വണ്ടി ഒന്ന് അനക്കാൻ പറ്റുമോ നോക്കട്ടെ. കിസേ ആയാ പാനി? കൂളൻ ബോക്സ് ആണ് അയക്കുന്നത്. ആക്ച്വലി ടു ബി ഫ്രാങ്ക് 3.5 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഷോറൂം അല്ലാതെ ഒരു ലോക്കൽ വർക്ക്ഷോപ്പിൽ വണ്ടി കയറുന്നത്, കഴിക്കുന്നത്. ആക്ച്വലി നമ്മളിത് നേരത്തെ അറിഞ്ഞിരുന്നു. പലരുമായിട്ട് സംസാരിച്ചപ്പോൾ, പലരെ കൊണ്ട് ചെക്ക് ചെയ്യിച്ചപ്പോൾ ഇന്ന ഇഷ്യൂ ആണ് ഞാനായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തതല്ല. പലരും ഇച്ചിരി എക്സ്പെർട്സ് ആയിട്ടുള്ള ആൾക്കാർ മഹീന്ദ്രയുടെ ഷോറൂമിൽ നിന്ന് വണ്ടി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ വഴിയിൽ നിന്ന് കണ്ടു. അപ്പോൾ പലരുമായിട്ട് സംസാരിച്ചപ്പോൾ, അതുപോലെ ജബൽപൂർ ഷോറൂമിൽ കയറിയപ്പോൾ അവരുമൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞു ഇന്നപോലെ ടെൻഷൻ പുള്ളിയുടെ കംപ്ലൈൻറ്റാണ്. പക്ഷെ അവർ പറഞ്ഞ വണ്ടി പൊക്കോളാനാണ് പറഞ്ഞത്. പക്ഷെ ഒഴിവാക്കി വിട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ സൗണ്ട് വളരെയധികം കൂടി, വാരണാസി വരെ ചെല്ലുമെന്നാണ് വിചാരിച്ചേ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ഇവരോട് പറഞ്ഞില്ല കംപ്ലൈൻറ്റ് ഇന്നതാണെന്ന്. അപ്പോൾ അവരൊന്നും ഐഡൻറ്റിഫൈ ആണല്ലോ, അല്ലാതെ വെറുതെ വർക്ക്ഷോപ്പിൽ അഴിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. ഇവർക്ക് എന്തിനെ പറ്റിയെങ്കിലും അറിയാവോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അഴിച്ച് ബോണറ്റ് പൊക്കിയപ്പോഴേ അവർ പറഞ്ഞു ടെൻഷൻ പുള്ളിയുടെ ലൂസാണ്, ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ പിസ്റ്റൺ വരെ അടിച്ചു പോകും, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് നോക്കാം, ഓടാൻ പറ്റുന്ന കണ്ടീഷൻ ആക്കാൻ പറ്റുമോ എന്നേ. എനിവേ ലെറ്റ്സ് സീ, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഇപ്പം നിൽക്കുന്നത് NH30 ആണ്. സ്ഥലം ജബൽപൂർ ടു വാരണാസി റോഡാണ് ഹൈവേ.
ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം. ഗൾഫിലൊക്കെ ഞാൻ കുവൈറ്റിലുണ്ടായിരുന്നു. കുവൈറ്റിലൊക്കെ സൈറ്റിലൊക്കെ പോയി നിൽക്കുന്ന പോലത്തെ ചൂടാണ്, പക്ഷെ ഹ്യൂമിഡിറ്റി ഇല്ല. എക്സ്ട്രീം ടെമ്പറേച്ചറാണ്. ഇതുകൊണ്ടാണ് ബൈക്ക് എടുത്ത് പോകാനായിട്ടിരുന്ന, പക്ഷെ ക്രോസ് ചെയ്ത് സിക്കിം വരെ ചെല്ലുക എന്ന് പറയുന്നത് ബൈക്കിന് പാടായതുകൊണ്ട് എടുത്ത കാറ്. ആണ് റോഡ്, ഹൈവേ. ഇനി സർവീസ് കഴിഞ്ഞ് ഓക്കെ ആവുകയാണെങ്കിൽ ഞാൻ എൻ്റെ റിവ്യൂ ഇടാം. ആരെങ്കിലും ഇതുവഴി അല്ല മഹീന്ദ്ര ഓൾ ടൈപ്പ് വെഹിക്കിൾസ് അവർ ചെയ്യുന്നുണ്ട്. മഹീന്ദ്ര, ടൊയോട്ട, ടാറ്റ, ഹുണ്ടായി, വർക്ക്ഷോപ്പ്, അതുപോലെ ഇലക്ട്രിക്കൽ സൈഡ് എല്ലാം ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ ചെറിയ ചെറിയ പണികൾ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കറക്റ്റ് ചെയ്ത് വിടാം. ഇതാണ് അവരുടെ കോൺടാക്ട് നമ്പർ വരുന്നത്. ആ കാണുന്നതാണ്, ഈ കാണുന്ന സിസ്റ്റമാണ് മൊത്തത്തിൽ വണ്ടിയുടെ ടൈമിംഗ് സിസ്റ്റം. ഇത് എവിടെയായാലും ഇതിന് കംപ്ലൈൻറ്റ്, ഈ യൂണിറ്റിലാണ് കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത്. അതായത് ഇവിടെ ഈ പോർഷനിൽ. ഓ बेल्ट में देखो, हाँ इधर। ओ क्या है, वो कंप्रेसर का है और डायनामो है। ओ क्या है, एसी का कंप्रेसर और क्या है, अल्टरनेटर है, ऑल्टरनेटर है, स्टीयरिंग पंप है, हैं? ये स्टीयरिंग पंप है। ओ അതായത് സ്റ്റിയറിംഗ് പമ്പ്, ഓൾട്ടർനേറ്റർ, എ സി का कंप्रेसर सब इसमें है ना। हाँ सर, ये कंप्रेसर है, എ സിയുടെ കംപ്രസർ, वाटर पंप है, വാട്ടർ പമ്പ്, चूल्हे, क्रीम साफ। ആ എല്ലാം അതെല്ലാം വരുന്നത്. എവിടെയെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ടോട്ടൽ വണ്ടി സ്റ്റക്കാണ്. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി പോകുന്ന അവസ്ഥ വരികയല്ലേ. ഇവൻ പവർ സ്റ്റിയറിംഗ് പോലും വർക്ക് ചെയ്യാതെ വരും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ. അതുകൊണ്ട് ടൈമിംഗ് ബെൽറ്റ് ഏരിയ എന്ന് പറയുന്നത് മേജർ ഏരിയയാണ്. ആ ഏരിയയിൽ എന്തുമല്ല കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവ് ഭയങ്കര റിസ്ക്കാണ്. സ്റ്റിയറിംഗ് ആയി നിൽക്കത്തില്ല, ഓടുന്ന വഴിക്ക് വണ്ടി ഇടുമ്പോൾ എവിടെയെങ്കിലും പൊക്ക് പോവും. ഓൾട്ടർനേറ്ററാണ് റിമൂവ് ചെയ്തെടുക്കുന്നത്. ഓൾട്ടർനേറ്റർ ഫംഗ്ഷൻ ബാറ്ററി ചാർജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓൾട്ടർനേറ്റർ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്ററിനകത്തേക്കുള്ള പുള്ളിയുടെ ബെയറിങ്ങാണ് പോയിരിക്കുന്നത്. അത് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് നിൽക്കും, കംപ്ലീറ്റ് സിസ്റ്റം അവിടെ സ്റ്റോപ്പ് ആവും. So this is alternator. അപ്പോൾ ഞങ്ങൾ നീണ്ട 2 hours കാത്തിരിപ്പ് തുടരുകയാണ്. കേസ് വർക്ക്ഷോപ്പിലാണ്. കട്നി ഒരു റോഡ് സൈഡ്, ഹൈവേ സൈഡിലൊരു വർക്ക്ഷോപ്പിൽ ഞാനിരിക്കുന്നു. നല്ല ക്ഷീണവും ഉറക്കമൊക്കെ ഉണ്ട്. നീന ഒരു മൂവിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ദുരൂഹ സാഹചര്യത്തിൽ. നെറ്റ്ഫ്ലിക്സ് ആണോ? നെറ്റ്ഫ്ലിക്സിൽ ദുരൂഹ സാഹചര്യം. അതെ, ദുരൂഹ സാഹചര്യത്തിൽ നല്ല പടമാണെന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ടിരുന്നിട്ട്. എല്ലാവരും കാണണം ഓൺ നെറ്റ്ഫ്ലിക്സ്. ഞാൻ പിന്നെ കുറച്ച് ഫയൽ ട്രാൻസ്ഫറിങ്ങും വീഡിയോസിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എനിക്ക് സിനിമ എല്ലാം മിസ്സായി. അതിന്റെ വിഷമത്തിലാണ് ഞാൻ. അതിരടി മിസ്സായി, ത്രിടം മിസ്സായി. ഇനി ഇതേ അടുത്ത ആഴ്ച ദൃശ്യം 3 ഇറങ്ങും. ദൃഢം മൂവിയിലെ ജോജി ഞങ്ങളുടെ ഫ്രണ്ടാണ്, വിളിച്ചായിരുന്നു പടം കാണണമെന്നൊക്കെ പറഞ്ഞു. ജോജി ചേട്ടാ, ഫോർ ഷുവർ ഞങ്ങൾ കാണും പടം. OTT വന്നു കഴിയുമ്പോൾ ഞങ്ങൾ കാണും. ഇതുണ്ടോ, ഇവിടുത്തെ ഒരു അപ്പനും മോനുമാണ് കട നടത്തുന്നത്, വർക്ക്ഷോപ്പേ. നല്ല ആൾക്കാരാണ്. അത് ഓൾട്ടർനേറ്റർ ബെയറിങ് പോയതാണ്, അത് മാറാൻ വേണ്ടി പോയിരിക്കുന്നു. അപ്പം മാറി വരും.
ഇതാണ് പുള്ളിയെ ഫുള്ളി ഓപ്പൺഡ് കാറിൻ്റെ ഹൃദയം തുറന്നു വച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ ഞങ്ങൾക്ക് ചായയൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നു. ഇതാണ് എൻ്റെ ബെയറിങ് പോയത്. ഇതാണ് പുള്ളി, ഓൾട്ടർനേറ്റർ പുള്ളി, ടൈമിംഗ് യൂണിറ്റ് വരുന്ന സംഭവം. അത് കണ്ടോ, ഇതിൻ്റെ സൈഡ് മുഴുവൻ ഇങ്ങനെ ഒരഞ്ഞറിഞ്ഞറിഞ്ഞ് സ്ക്രാച്ചായി. ഈ ബെയറിങ്ങും പോയതാ. മാറ്റി പുതിയ ബെയറിങ് കയറ്റിയേക്കുന്നത്. ഓക്കെ. ഇതാണ് പുതിയ ബെയറിങ് കയറ്റിയേക്കുന്നത്. അത് ആക്ച്വലി ഇതുണ്ട്, അവിടെ ആ ബ്ലാക്ക് കളർ ക്യാപ്പ് ഇരിപ്പുണ്ട്. അപ്പോൾ ആ ക്യാപ്പ് അകത്തോട്ട് പൊടി പോകാതിരിക്കാനായിട്ടാണ് ബെയറിങ്ങിനകത്തോട്ട്. നേരത്തെ നമ്മുടെ ക്യാപ്പ് അതിൽ നിന്ന് ഊരിപ്പോയിട്ട് അകത്ത് പൊടി കയറി, അങ്ങനെ അതിൻ്റെ അകത്തെ പുള്ളിയുടെ അകത്തെ ബെയറിങ് പോയത്. ചെറിയൊരു സാധനം ഊരിപ്പോയാൽ മതി. അപ്പം ആ പുള്ളിയുടെ ഔട്ട്സൈഡിൽ ആ ഒരു ക്യാപ്പ് ഊരിപ്പോയിട്ടാണ് അതിനകത്ത് പൊടി കയറിയിട്ടാണ് പുള്ളി പോയത്. ശരിക്കും പറഞ്ഞാൽ ആ പൊടി കയറി ആ പുള്ളി പോകാന്ന് പറയുമ്പോൾ ഒരു ടൈം എടുക്കും. അപ്പോൾ ഇത് ചെക്കപ്പിന് പോയപ്പോൾ അവരത് ശ്രദ്ധിച്ചിട്ടില്ല, നോക്കിയിട്ടില്ല. ഇതാണ് സർവീസ് ചെയ്യുമ്പോഴത്തേനും സർവീസ് സെൻ്ററിൽ നിന്ന് അവരുടെ ലാക്ക് ഓഫ് പെർഫോമൻസ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഓൺ ദ റോഡ് നമ്മൾ വഴി കിടക്കേണ്ടി വരും. അപ്പോൾ നീണ്ട 3 മണിക്കൂറത്തെ വർക്കിന് ശേഷം അവർ വർക്കെല്ലാം തീർത്ത് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുക. ടോപ്പ് ക്യാപ്പ് ഇടുന്നു, കൂളൻ ബോക്സ് എല്ലാം വെച്ചു. കാർ ഫിക്സ് ചെയ്യുന്നു. റിപ്പയർ ടൈമിൽ കൂളൻ്റ് പോയായിരുന്നു. അപ്പോൾ കൂളൻ്റ് എല്ലാം ഫില്ല് ചെയ്തു. പോരായോ നീന? So Nina, say the experience. What happened? പറയൂ. ഓൺ ചെയ്തു. സംഭവം അപ്പൊ 2-3 മണിക്കൂർ കട്ട പോസ്റ്റിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങുവാണ്. ഇവരില്ലായിരുന്നെങ്കിൽ നമ്മള് പെട്ടുപോയേനെ. ഓൾട്ടർനേറ്റർ പുള്ളി, അതിൻ്റെ ബെയറിങ്, കൂളൻ്റ് എല്ലാം കൂടെ എനിക്കിപ്പം 6,350 ആയി എമൗണ്ട്. ശരി, അണ്ടർ വാറണ്ടി വെഹിക്കിളാണ്. വാറണ്ടിയിൽ പോകേണ്ട കേസായിരുന്നു. പക്ഷെ നമുക്ക് ടൈമിൽ ആക്സസ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ വഴിയിൽ പെട്ട് ആ ചൂടത്ത് നിൽക്കുന്നതിന് ഭേദമായിരുന്നു ഇവിടെ. വഴിയെല്ലാം പെട്ടുപോയിരുന്നെങ്കിലേ അതും വെളിയിൽ നിൽക്കാൻ പറ്റുമോ? അത് അതുപോലെ സിവിയർ സിറ്റുവേഷൻ ആയിരുന്നു. നമ്മൾ ശ്രദ്ധിക്കാതെ വണ്ടി മുന്നോട്ട് പോയിരുന്നെങ്കിൽ. അപ്പൊ ഇനിയിപ്പോ ഒരു ചെക്കപ്പിന് കയറ്റി വേണം എന്തെല്ലാം നോക്കണം, എന്തെല്ലാം വേണം എന്നുള്ള ആദ്യം ഒരു ലിസ്റ്റ് ആക്കണം. ടൈമിംഗ് ഏരിയ, ടൈമിംഗ് യൂണിറ്റ് മൊത്തത്തിൽ നോക്കണം. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ വണ്ടി ഓട്ടത്തിൽ നമ്മുടെ ഈ ക്യാബിൻ റൂം വളരെ സൈലൻ്റാണ്. ക്യാബിൻ റൂം, ആ എഞ്ചിൻ റൂമിനകത്തു നിന്നുള്ള നോയ്സ് ഒന്നും നമുക്ക് ക്യാബിനകത്തേക്ക് കേൾക്കത്തില്ല. ഇതുവരെ കേൾക്കുന്നില്ലായിരുന്നു. നമ്മൾ പുറത്തിറങ്ങി അല്ലെങ്കിൽ ബോണറ്റ് ഒന്ന് പൊക്കി നോക്കി ഓപ്പൺ ചെയ്ത് നോക്കി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ആ നോയ്സ് കറക്റ്റായിട്ട് കിട്ടുന്നുള്ളൂ. അത് ഐഡൻറ്റിഫൈ ചെയ്തത് എല്ലാ ദിവസവും രാവിലെ വണ്ടി എടുക്കുന്നതിന് മുമ്പ് വെറുതെ ഒന്ന് ഓയിലൊക്കെ ചെക്ക് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോയ്സൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്തപ്പോഴത്തേനും ഐഡൻറ്റിഫൈ ചെയ്താൽ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് അറിയാതെ ഇത് ഓടിച്ച് പോയി ഈ പറയുന്ന പോലെ ടൈമിംഗ് ബെൽറ്റ് പൊട്ടി ഇഞ്ചൻ സീസായി കഴിയുമ്പോഴേ ആദ്യം നമ്മൾ അറിയുള്ളായിരുന്നു. പവർ സ്റ്റിയറിംഗ്, AC എല്ലാം കൂടെ അതെല്ലാം കണക്റ്റഡാ. ഓക്കെ, എനിവേ കഴിഞ്ഞു എല്ലാം. ഇതാണ് അക്ബർ മോട്ടോർ ഗ്യാരേജ്. അക്ബർ മോട്ടോർ ഗ്യാരേജ്.
അവര് ഈ ഹൈവേ സ്റ്റാർട്ട് ചെയ്തപ്പോ തൊട്ട് ഇവിടെ ഉണ്ടെന്നാണ് അവര് പറഞ്ഞത്. അവര് 40-40 വർഷമായി അവരകത്ത് അവരുടെ ആ ഒരു വില്ലേജിലായിരുന്നു അവരുടെ ഇത് മൊത്തം. ഇപ്പം ഇവിടോട്ടും ഈ ഹൈവേ സ്റ്റാർട്ട് ചെയ്ത ഒരു 14-17 വർഷമായെന്നാ അവിടുത്തെ അങ്കിള് പറഞ്ഞത്. ഈ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ കവറപ്പ് ചെയ്തെന്ന് വെച്ചാൽ നല്ല കോൺഫിഡൻസ് ആയിരുന്നു. കാരണം ഇത്രയും കാലം ഈ വണ്ടി ഞാൻ കൊണ്ട് നടന്നിട്ട് 75,000 കിലോമീറ്റർ ഓടിയതായിരുന്നു. ഒരു വർക്ക്ഷോപ്പിൽ കയറി ഒരു നട്ട് ബോൾട്ടിന് പോലും നമ്മൾ വർക്ക്ഷോപ്പിൽ കയറിയിട്ടില്ല. അപ്പോൾ നല്ല കോൺഫിഡൻസ് ആയിരുന്നു. ടയറിന് ചെളിയും കണ്ടു തീർച്ച. അതും ഈ ഒരു ലോങ് ജേർണി എടുക്കാൻ നല്ല കോൺഫിഡൻസ് ആയിരുന്നു. ഈ ഒരു യാത്രയിൽ അത് ശരിക്കും എക്സ്പെക്ട് ചെയ്തില്ല. പിന്നെ വളരെ ഡെസ്പായി, എന്ത് ചെയ്യും, ഇത് മിഡിൽ ഇന്ത്യയുടെ ഒത്ത നടുക്ക് നിൽക്കുകയാണല്ലോ. ഇന്നാണ് സൺഡേ ആണ്. ഒത്തിരി പ്രതീക്ഷിച്ചു ഇന്ന് ഓഫീസിലെ ഒരു മീറ്റിംഗ് ഇല്ല, ഒന്നുമില്ല, നമുക്കിന്ന് കൂടുതൽ കവർ ചെയ്യാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചു. കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും കൂടുതൽ ഏരിയ കവർ ചെയ്യാനും തീരുമാനിച്ചിരുന്ന. പക്ഷെ ഇതൊന്നും വാരണാസി ചെല്ലാൻ പറ്റില്ല. അതെ അതെ അതെ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. ദൈവം ഒന്ന് വിചാരിച്ചിട്ടുണ്ട്, അതുപോലെ നടക്കുള്ളൂ. അപ്പം ഇന്നത്തെ യാത്ര വീണ്ടും ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നു. ഇനി അടുത്ത് ഞങ്ങളുടെ ലക്ഷ്യം റേവ, 100 കിലോമീറ്റർ അടുത്തുണ്ട്. വൈകുന്നേരം ഒരു 5 മണി 7 മണി 7:30 ആവും ചെല്ലുമ്പോൾ. അവിടെ റൂം നോക്കിയിട്ടുണ്ട്. ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ആയിരിക്കും വാരണാസി പോവുക. അപ്പോൾ ഇതാണ് കട്നി ഡിസ്ട്രിക്ട് ജില്ലയിലെ കാഴ്ചകൾ ഈ കാണുന്നു. അങ്ങനെ കേരള സിക്കിം ജേർണിയുടെ 7ാമത്തെ ദിവസം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പം നിൽക്കുന്ന സ്ഥലം മധ്യപ്രദേശിലെ കട്നി എന്ന് പറഞ്ഞ സ്ഥലമാണ്. മധ്യപ്രദേശിൽ നിന്ന് നമ്മൾ 3-ാം ദിവസമാണ് അല്ലേ? 3 ദിവസമായിട്ട് മധ്യപ്രദേശിൽ നിന്ന് ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല. വണ്ടിയുടെ ഒരു റിപ്പയർ വന്നതുകൊണ്ട് ഇന്ന് ഹാഫ് ഡേ പോയി. കുഴപ്പമില്ല, എല്ലാം ഇപ്പം ടെൻഷനെല്ലാം മാറി, കൂളായി. 2-3 ദിവസമായിട്ട് ഇതിൻ്റെ പുറകിലായിരുന്നു. ഷോറൂംസും തപ്പി വരുന്ന വഴിയിലെല്ലാം കയറി പല സ്ഥലത്ത് കയറി. നമ്മൾ മഹീന്ദ്രയിൽ മാത്രമല്ല കയറിയില്ല, ഇവിടെ മറ്റേത് അശോക് ലൈലാൻഡിൽ കയറി, ജബൽപൂർ അശോക് ലൈലാൻഡ് പലരും. ലാസ്റ്റ് ഒരു ലോക്കൽ വർക്ക്ഷോപ്പിൽ നമ്മളത് ചെയ്തു, ഇഷ്യൂ ക്ലോസ് ചെയ്തു. നല്ലൊരു സൺസെറ്റ് ആണ്. ഇപ്പം നല്ലൊരു സൺസെറ്റ് ഉള്ള ഏരിയ. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. ഇതാണ് ആ ഒരു കാഴ്ച. പിന്നെ അവിടെ നല്ല ഭംഗിയുള്ള ഒരു മന്ദിരമുണ്ട്, ഹനുമാൻ്റെ അമ്പലമാണ്. അവിടെ നല്ലൊരു മരങ്ങളും നല്ല കുറേ മരങ്ങളും ആൾക്കാരൊക്കെ ആ സ്റ്റെപ്പിൻ്റെ അവിടെ ഇരിക്കുന്നു. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഇവിടെ നിന്ന് ആലാണ് മരങ്ങളല്ലാതെ നമ്മുടെ നാട്ടിൽ ഉള്ള പോലെ ആല്, മാവ്, അതിക്കുന്ന മാവാണ്. പൂക്കുന്ന സമയത്ത് നല്ല ഇതായിരിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ കാണുന്നൊരു കാഴ്ച അമേസിങ് ആണ്. അമ്പലത്തിൻ്റെ ഒരു കുളം, നടക്കാനുള്ള ഒരു പാത്വേ, സൺസെറ്റ്. ആളുകളൊക്കെ ബൈക്കൊക്കെ ആയിട്ട് പോകുന്നു. കണ്ടോ, ഇതൊരു അമ്പലക്കുളത്തിലോട്ട് ഇറങ്ങുന്ന വഴിയാണ്. ഇവിടെ അവിടെ അങ്ങ് ആ ഗ്രൗണ്ടിലവിടെ പിള്ളേർ കളിക്കുന്നുണ്ട്. മധ്യപ്രദേശ് ഡിസ്ട്രിക്റ്റിലെ മധ്യപ്രദേശ് സ്റ്റേറ്റിലെ കട്ന ഡിസ്ട്രിക്റ്റിലാണ്. ഇതാണ് അമ്പലക്കുളം. അതാണ് അമ്പലം ഇരിക്കുന്നത്. ഒരു മാവിൻ തോപ്പാണ്. ആ മാവിൻ തോപ്പിനകത്താണ് ഈ അമ്പലം ഇരിക്കുന്നത്. അതിനോട് ചേർന്ന് ഇവിടെ ഈ കുളം ഇരിക്കുന്നു. തൊട്ട് സൈഡിൽ കൂടെ ജബൽപൂർ വാരണാസി NH30 ഹൈവേ പോകുന്നു. Okay guys, see you next day. The trip to Varanasi for sure. Tomorrow we will reach out there. Thank you for watching.